നമസ്കാരം. മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച ഒരു കലാകാരനാണ് കൊല്ലം സുധി. സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല. സുധിച്ചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത്. സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെ സഹോദരിയെ പോലെ തന്നെ ഇതുവരെയും ഒപ്പം നിന്ന് ആശ്വസിപ്പിക്കുകയും തണലാവുകയും ചെയ്യുന്ന വ്യക്തിയാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര. സുധി പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക്കിൽ അവതാരകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. സാമ്പത്തികമായും മാനസികമായും സുധിയുടെ മക്കൾക്ക് രേണുവിനുമൊപ്പം ലക്ഷ്മിയുണ്ട്. എന്നാൽ അടുത്തിടെ ലക്ഷ്മിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കൊല്ലം സുധി അപകട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഗന്ധത്തിൽ നിന്ന് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ഉണ്ടാക്കിയ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത്. ദുബായിൽ നിന്നാണ് ലക്ഷ്മി ഈ പെർഫ്യൂം തയ്യാറാക്കിയത്. ഇതിന്റെ വീഡിയോ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് ലക്ഷ്മി ഇതൊക്കെ ചെയ്യുന്നതായുള്ള വിമർശനങ്ങൾ വരുന്നത്. ഇപ്പോഴത്തെ വിവാദങ്ങൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര. സുധിയുടെ മണമുള്ള പെർഫ്യൂം രേണുവിന് നൽകാൻ പോകുന്ന വീഡിയോ പങ്കുവച്ചാണ് ലക്ഷ്മിയുടെ മറുപടി. കഴിഞ്ഞ ഒരു 2-2.5 ആഴ്ചത്തെ വിശേഷങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. ലക്ഷ്മി നക്ഷത്ര എയറിലാണെന്ന് പറയുന്നവർക്ക് മുകളിൽ എന്നെ കാണുന്നില്ലല്ലോ, ദാ താഴെ കാൽ അഭിമാനത്തോടെ ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് നേരെ തല ഉയർത്തി സന്തോഷത്തോടെ നിൽക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നു. പോസിറ്റീവായി റിയാക്ട് ചെയ്തവരോടും അതുപോലെ നമുക്ക് വേണ്ടി സംസാരിച്ചവരോടും നെഗറ്റീവ് ട്രോൾ ഇട്ട് എന്നെ വീണ്ടും വീണ്ടും ഈ കമന്റ് വൈറലാക്കി തന്നവരോടും താങ്ക്സ്. എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പെർഫ്യൂം ചെയ്യാൻ പറ്റുമെന്നത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു. രേണുവിന്റെ ആഗ്രഹവും ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി വൈറൽ. പിന്നെ നമുക്ക് നേർക്കുനേർ കുറച്ചധികം കാര്യങ്ങൾ പ്രൂഫ് സഹിതം സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇപ്പോഴല്ല. കാരണം ദുബായിൽ പോയി ചെയ്ത പെർഫ്യൂമിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദ്യം ഇതൊരു കണ്ടന്റ് ചെയ്യണോ എന്ന് ആ സമയത്ത് വിചാരിച്ചിരുന്നതല്ല. പെർഫ്യൂമുമായി രേണുവിന്റെ അടുത്തെത്തിയ ശേഷം രേണുവും ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടെ ലക്ഷ്മി രേണുവിനോട് ചോദിക്കുന്നുണ്ട്, താനാണോ രേണുവിന്റെ അടുത്ത് ചോദിച്ചത് സുധിച്ചേട്ടൻ ഷർട്ട് തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് പെർഫ്യൂമാക്കി കൊണ്ടുതരട്ടെ എന്ന് ചോദ്യചിഹ്നം ഇട്ടത് എന്നാണ് ലക്ഷ്മി ചോദിച്ചത്. ഒരിക്കലുമല്ല എന്നാണ് രേണു പറയുന്നത്. ഞാനാണ് ചിന്നുവിന്റെ അടുത്ത് പറയുന്നത്. ചിന്നുവിന് അറിയാത്തതുപോലുമില്ല ഇങ്ങനത്തെ സംഭവം. ഞാനാണ് പറഞ്ഞത്. ദുബായിലോ മറ്റും മരിച്ചവരുടെ മണം പെർഫ്യൂമാക്കി തരുന്ന ആളുണ്ടെന്ന്. ആ ആഗ്രഹം ഞാനാണ് ചിന്നുവിനോട് പറഞ്ഞത്. ചിന്നുവിന് ഇത് വെച്ച് കാശുണ്ടാക്കാനോ യൂസഫ് ബായിക്ക് പരസ്യം കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല എന്നും രേണു പറയുന്നു. അതേസമയം വേദനകളിൽ നിന്നും വിഷമതകളിൽ നിന്നും ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രേണു. അഭയരംഗത്തേക്ക് രേണു ചുവടുവെക്കുകയാണ്. നാടകരംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ്. കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത്.